ഫ്ലാഷ് ബാക്ക്. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം. പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. മെമ്പർ പറഞ്ഞില്ല എന്ന് വേണ്ട. I present you. അല്ലെങ്കിൽ വേണ്ട. See for yourself. തോർക്കണം. അയാൾ പറഞ്ഞ കാര്യം ഉണ്ടല്ലേ? ഉണ്ടോ? ഉണ്ട്. പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. ശരിയാ, അക്ഷരം പ്രതി ശരിയാ, കാര്യമുണ്ട്. ഈ അടി പിടി വെടി ഇതാണല്ലോ സിനിമ. അടിക്കുമ്പോ തല ചേർത്തടിക്കണം. കൊള്ളാം, നല്ല ഐഡിയ. മാനഹാനിയും ദ്രവ്യനഷ്ടവും മാത്രമല്ല, ജയിൽവാസവും തനിക്ക് ഫലം. ஆண்டனி நாம நினைச்ச மாதிரி இல்ல இடி. ഇവ സാധാരണമാണ് ആളിലെ സമയം. വേറെ ഇവ രക്തത്തിലെയോ നരമ്പിലെയോ വേറെ ഏതോ ഒന്ന് ഊരി കിടക്ക്. അന്യായം അണ്ണാ, അന്യായം. എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. ചെറുക്കൻ കീടക്ക് തിമിർത്ത് കാലക്ക്. മൊത്തം പിടിയുമ്പോ കാണല്ലോ. ഇതൊക്കെ ഒരു മൂടില്ലേ കൃഷ്ണ? എന്റെ പൊന്നു എന്ത് കിട്ടുവാണല്ലേ? മരെന്താണ് കാണിക്കണം? ഞാൻ കണ്ടോടത്തോളം ഒരാൾ ഉഷാറാണ്. അവന്റെ ഓരോ ഇടിയും ഒരു 1.5 കിൻഡൽ വരും. നിങ്ങൾക്കിത് ഹറാമായിരിക്കും, എനിക്കിത് ഹലാല. വർക്കിച്ച എന്തേനു യവം പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാ വെറും പുലിയല്ല, ഒരു സിംഹം. ഇത് ദേവനാരായണജിയുടെ ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രം. പൂരം തുടങ്ങാൻ ഇരിക്കുന്നതല്ലേ ഉള്ളൂ. 100-200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. അവനെന്നെ കുഴപ്പക്കാരനാ? കുഴപ്പക്കാരനാണോന്ന് ചോദിച്ചാ സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുന്ന ചൊല്ല്. പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയാ. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്. ഇനി അങ്ങോട്ടുള്ളത് യുദ്ധമാ. രണ്ടിലൊരാൾ വീണാൽ മാത്രം തീരുന്ന യുദ്ധം. എങ്ങനെയുണ്ട്? സമ്മതിച്ചിരിക്കുന്നു. ഈ 2 കല്ലുറഞ്ഞുണ്ടാകുന്ന തീപ്പൊരി കാട്ടുതീയാകുന്ന പോലെ എന്റെ മനസ്സ് പറയുന്നു ഇതൊരു 1.5 ആയിരിക്കും. അതിനപ്പോ നമ്മൾ കാശ് നോക്കില്ല. ഇങ്ങനെയുള്ള കാര്യത്തിന് കാശേ നോക്കരുത്. சிறப்பான தரமான சம்பவங்களை இனிமேதான் பார்க்க போறேன். എന്നായാലും സംഭവം നല്ല ഉഷാറായിട്ടുണ്ട്. അല്ല, നാമം എന്താണെന്നും ഉണ്ടായിരിക്കുന്നത്. എന്നെ ഇഷ്ടമായോ? കുഴപ്പമില്ല. പക്ഷേ എന്ത് പക്ഷേ? എന്തോ ഒരു പോരായിക. ഓഹോ, ഇതാണോ കാര്യം? അയ്യോ അല്ല, ഒന്നുമില്ല. இப்ப என்ன பிரச்சனை? முத்து பிரச்சனை தானே, கடவுள் கொடுத்துடும். കണ്ടിപ്പാ കൊടുത്തിടും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എങ്ങനെയുണ്ട് ജനങ്ങളുടെ റെസ്പോൺസ്? ആവറേജാ. സരോജ് കുമാറിന് കഴിഞ്ഞ കുറെ പടങ്ങൾ പൊളിവായിരുന്നല്ലോ. മാത്രമല്ല ഡയറക്റ്റ് ആണെങ്കിൽ പുതിയ ആളും. പക്ഷെ ഉദയഭാനു വളരെ എക്സ്പീരിയൻസ് ഉള്ള. അത് ജനങ്ങൾക്കറിയില്ലല്ലോ. ഇത്തിരി കൊള്ളാവുന്ന പടമാണ്, തിയേറ്ററുകാർ മാക്സിമം സപ്പോർട്ട് ചെയ്യും. അപ്പൊ പിന്നെ നമ്മള് വേറെന്താ ചെയ്യല്ലേ? അങ്ങനെ തീരുമാനിക്കല്ലേ അല്ലേ മാസ്റ്റർ? വർക്കിച്ച ആ സാധനം ഇറക്കി കണ്ടു നോക്കി. വ്യക്തമായില്ലേ? ഒന്ന് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുണ്ട അച്ചു. ഇല്ലെന്ന് നല്ല ഒത്തുപ്പാര്.
യെസ് മാം. അവൻ തന്നെ അത്. അതെ, മാർക്കോ യൂണിവേഴ്സ് ആവാം, ആവാതിരിക്കാം. പക്ഷെ അതിന്റെ സൂചന എന്തായാലും ഇപ്പൊ കിട്ടിക്കഴിഞ്ഞു. ചേർത്തിക്ക് തെറ്റിയതാവനെ വഴിയുള്ളൂ. നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അത് സൂചനയല്ല, അത് ഏതാണ്ട് ഇത് ഉറപ്പല്ലേ? കാരണം ആള് മാർക്കോയിൽ എന്താണ് ക്യാരക്ടർ, സെയിം ക്യാരക്ടർ, അതേ ലുക്ക്, അതേ പേര്, നോക്ക് ഇത് നോക്ക്, സെയിം ആളുടെ ആ ചെയർ, അതേ വീട്, മൊത്തത്തിൽ അത് തന്നെ. എല്ലാം കൊണ്ടും മാർക്കോയിലെ സംഭവം തന്നെ. ഇത് കൂടെ നീ എന്താ വേണ്ടേ? ഇതാ തന്നെ സംഗതി, ശരിയാ, ഉറപ്പ് തന്നെ. സംശയമുണ്ടോ? എന്തായാലും ഉറപ്പാണ്, യൂണിവേഴ്സ് ആണ്. മാർക്കോ യൂണിവേഴ്സ് തന്നെയാണ് കാട്ടാളൻ. മാർക്കോ യൂണിവേഴ്സ് അല്ലെങ്കിൽ CCU, അതായത് ക്യൂബ്സ് സിനിമാറ്റിക് യൂണിവേഴ്സ്. എന്ത് ചെയ്യാനാ പ്ലാൻ? അതൊക്കെ ഒരു സസ്പെൻസായി നിൽക്കട്ടെ, എന്നാലല്ലേ കാണുമ്പോ ഒരു ഗുമ്മുണ്ടാവും. പിക്ചർ അഭി ഭി ബാക്കി ഹൈ ഭായ്.